ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഈ മുറ്റത്ത് ഓടിക്കളിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരുടെ പിന്നാലെ കളിച്ചും ചിരിച്ചും താനും ഞാനും. അങ്ങനൊരു ചിത്രം ഒന്ന് ഓർത്തു നോക്കി. താൻ പറഞ്ഞ പോലെ നല്ല രസമായിരിക്കും. നിങ്ങൾ ചെല്ല് വാ. അമ്മ പോയി തൊഴുതു. ഞാൻ അപ്പോഴേക്കും വഴിപാട് രസീതാക്കിട്ട് വരാം. ആയടാ, അച്ഛന്റെ പേരിലെ ഒരു സന്താന ഗോപാല പൂജ കൊണ്ട് എഴുതിയേക്കണേ. ശരി അമ്മ. എന്റെ ദേവി അനുഗ്രഹിക്കണേ. അർച്ചനയ്ക്ക് വിശേഷം എന്തെങ്കിലും ആയോ? ഇല്ല തിരുമേനി. അന്ന് പൂജിച്ചു തന്ന നെയ്യ് സേവിക്കുന്നില്ലേ? ആ ഉണ്ട്. ആ നെയ്യ് സേവിച്ചാൽ നിശ്ചയമായും ഫലം ഉണ്ടാവും. പ്രാർത്ഥിച്ചോളൂ, എല്ലാം മംഗളമായി നടക്കും. ദേവി എന്താ അതിര്? ആണോ? ഞങ്ങൾ ഇപ്പൊ തന്നെ വരാം. ദേ അമ്മ എന്റെ കൂടെ തന്നെ ഉണ്ട്. അല്ല, ഞങ്ങളിപ്പോ അമ്പലത്തിൽ നിൽക്കുക. ശരി ശരി. അമ്മേ, അമ്മേ. എന്താടാ? അമ്മേ, നമുക്ക് ഇപ്പൊ തന്നെ നെല്ലിശ്ശേരിയിലേക്ക് പോണം. ഇപ്പോഴോ? എന്തിന്? എടാ, നെല്ലിശ്ശേരി പോണ കാര്യമൊന്നും നമ്മൾ അച്ഛനോട് പറഞ്ഞിട്ടില്ലല്ലോ. അതൊക്കെ ഫോണിൽ വിളിച്ച് പറയാം. നമുക്ക് ഇവിടുന്ന് നേരെ നെല്ലിശ്ശേരിയിലേക്ക് പോവാം. എന്താടാ കാര്യം? നിനക്കിതെന്ത് പറ്റി? പറ്റിയത് എനിക്കല്ല, അച്ഛനാ. അച്ഛനെന്ത് പറ്റി? അമ്മേ, അച്ഛന് വിശേഷമുണ്ടെന്ന്. സത്യമാണോ മോനെ? ആരാ നിന്നോട് പറഞ്ഞത്? ആദരിപ്പ് വിളിച്ചു. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. തിരുമേനി, അത് പിന്നെ അച്ഛനൊക്കെ വിശേഷമുണ്ടെന്ന്. ഇപ്പൊ ഇതിന് ഫോൺ വന്നതേ ഉള്ളൂ. നന്നായി, ദേവി അനുഗ്രഹിച്ചല്ലോ. ദേവിയുടെ മുന്നിൽ പൂജിച്ച ആ നെയ്യ് സേവിച്ച ആർക്കും ഇതുവരെ ഫലം ഉണ്ടാകാതിരുന്നിട്ടില്ല. മോളുടെ അടുത്തേക്ക് പോകുന്നില്ലേ? ഇപ്പൊ തന്നെ പോവുക. 2 ദിവസം കഴിഞ്ഞ് കുട്ടിയും കൂട്ടി വന്ന് ദേവിയുടെ മുന്നിൽ പ്രാർത്ഥിച്ചോളൂ, എല്ലാം ഭംഗിയോ. ദേവി, പോവാം. എടാ, പ്രദക്ഷിണം തീർന്നിട്ടില്ല. അതൊക്കെ ഇനി അടുത്ത തവണ ആവാം. അമ്മ വാ. എന്റെ ദേവി. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല സച്ചേട്ടാ. ഈ ഒരു നിമിഷത്തിന് വേണ്ടി നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, സങ്കടങ്ങൾ, അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് കരച്ചിൽ വരും. സന്തോഷിക്കേണ്ട സമയത്ത് താനത്തിലൂടെ കരയുന്നേ.
ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടില്ലേ? ഇതിൽ കൂടുതൽ സന്തോഷിക്കാൻ നമുക്ക് വേറെന്ത് വേണം? ഒരു പെണ്ണിന്റെ ജീവിതം പൂർണ്ണമാവുന്നത് അവൾ അമ്മയാവുമ്പോഴാണെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ആ സന്തോഷം ഇപ്പൊ എന്റെ ഉള്ളിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കൂടെ അമ്മ മാത്രമല്ല, ഒരു അച്ഛനും കൂടി ജനിക്കുന്നത്. തന്റെ ഉള്ളിലുള്ള സന്തോഷം അതേ അളവില് എന്റെ ഉള്ളിലുമുണ്ട്. എത്രയോ നാളായി നമ്മൾ ഈ നിമിഷം സ്വപ്നം കാണുന്നു. ഒരു കുഞ്ഞുണ്ടാവാത്തതിന്റെ പേരില് എന്തെല്ലാം കേട്ടു. പ്രസവിക്കാൻ കഴിയാത്തവളെന്ന് വരെ ചിലര് പറഞ്ഞു. എടോ, അതൊന്നും ഇനി ഓർക്കണ്ട. നെഗറ്റീവായി നമ്മുടെ ലൈഫിൽ സംഭവിച്ചതെല്ലാം നമുക്ക് മറക്കാം. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കാം. വരാനിരിക്കുന്ന നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് മാത്രം നമുക്ക് സ്വപ്നം കാണാം. ഇനി അങ്ങോട്ട് അത് മാത്രം ആലോചിച്ചാൽ മതി. മോളറിഞ്ഞോ? അമ്മയുടെ വയറ്റില് കുഞ്ഞാവയുണ്ട്. ഒരു അനിയൻ ബാവ. അനിയമ്മാവയെന്ന് സച്ചേട്ടങ്ങ് തീരുമാനിച്ചോ? ചിലപ്പോ അനിയത്തിയാണെങ്കിലോ? ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. അനിയനായാലും അനിയത്തിയായാലും നമുക്ക് ഒരുപോലെയല്ലേ? എന്നാലും സച്ചേന്റെ ഉള്ളിലെ ആഗ്രഹമല്ലേ അറിയാതെ പുറത്തു വന്നത്? ആ നാവ് പൊന്നായിരിക്കട്ടെ. ഒരു മോനും ഒരു മോളും. നല്ല രസമായിരിക്കല്ലേ സച്ചേട്ടൻ? ആ കാഴ്ച മനസ്സിൽ കാണുമായിരുന്നു ഞാൻ. ഈ മുറ്റത്ത് ഓടിക്കളിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരുടെ പിന്നാലെ കളിച്ചും ചിരിച്ചും താനും ഞാനും. അങ്ങനൊരു ചിത്രം ഒന്ന് ഓർത്തു നോക്കിയേ. താൻ പറഞ്ഞ പോലെ നല്ല രസമായിരിക്കും. നമ്മുടെ ആ ലോകത്ത് നമ്മൾ 4 പേര് മാത്രം.